إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചു തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമഹ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഏതൊരാത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തൻ്റെ സൃഷ്ടാവിങ്കലേക്ക് മടങ്ങുമ്പോൾ നരകാഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും സ്വർഗപ്രവേശനം സാധ്യമാകുകയും ചെയ്യുന്ന ആളുകൾ ആരാണോ അവനാകുന്നു വിജയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ഭൗതിക ജീവിതം നൈമിഷികമായ ശാശ്വതമല്ലാത്ത മനുഷ്യരെ വഞ്ചിച്ചു കളയുന്നൊരു വിഭവം മാത്രമാകുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. മരണവുമായി ബന്ധപ്പെട്ട് മരണാനന്തര ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ബർസഖിയായ ജീവിതത്തിലെ ആദ്യത്തെ ഭവനമാണ് ഖബർ എന്ന് പറയുന്നത്. كان عثمان بن عفان رضي الله عنه إذا وقف على قبر يبكي. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ഖബറിൻ്റെ ഓരത്ത് ചെന്ന് നിന്നാൽ തന്നെ അദ്ദേഹം കരയുമായിരുന്നു. ഹത്താ യബുല്ല ലിഹ്യതഹ്, അദ്ദേഹത്തിൻ്റെ താടിരോമങ്ങൾ കണ്ണീരിൽ കുതിരുമാറ് അദ്ദേഹം കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഫഖീല ലഹു തുസ്കറുൽ ജന്നത്തു വന്നാർ ഫലാ തബ്കി വതബ്കി മിൻ ഹാദാ. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയപ്പെടുമ്പോൾ പോലും അങ്ങ് ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെയാണോ അങ്ങ് ഈ ഖബറിനെക്കുറിച്ചോർത്ത് ഇത്രമാത്രം കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഖാല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഒരു മനുഷ്യൻ്റെ ആഖിറത്തുമായി ബന്ധപ്പെട്ട അവൻ്റെ ആദ്യത്തെ ഭവനമാണ് ഖബർ എന്ന് പറയുന്നത്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ. ആ ഖബറിൽ അവന് രക്ഷ ലഭിക്കുകയാണെങ്കിൽ ഫമാ ബഅദഹു ഐസർ, അതിനുശേഷം അവന് വരാനിരിക്കുന്നത് കൂടുതൽ എളുപ്പമുള്ളതാണ്. വഇൻ ലം യൻജു മിൻഹു, എന്നാൽ ആ ഖബറിൽ അവന് രക്ഷ ലഭിക്കുന്നില്ല എങ്കിൽ ഫമാ ബഅദഹു അശദ്ദ മിൻഹു, അതിനുശേഷം വരാനിരിക്കുന്നത് കൂടുതൽ കഠിനമായ കാര്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഖാല വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ റഅയ്തു മൻദറൻ ഖത്ത് ഇല്ലാ വൽ ഖബ്റു അഫ്ളഅ മിൻഹു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ ഏതെല്ലാം ഭയാനകമായ കാഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ അതിനേക്കാൾ ഭയാനകമാണ് ഖബർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖബറിൽ ലഭിക്കുന്നത് ആനന്ദമാണ്, സന്തോഷമാണ് എങ്കിൽ സത്യനിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ കാഴ്ചകളാണ് ഖബറിൽ അവരെ കാത്തിരിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മറ്റുള്ള ജീവജാലങ്ങൾ അവരെ കേട്ടുകൊണ്ടിരിക്കും. ബർസഖിയായ ജീവിതത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് മയ്യത്തിനെ നോക്കുമ്പോൾ ഈ സംഭവങ്ങളൊന്നും കാണാത്തത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ആഴിയിലോ തീച്ചൂളകളിലോ ഒക്കെ മരിച്ചു പോകുന്ന നശിച്ചു പോകുന്ന മയ്യിത്തുകളാണെങ്കിൽ അവർക്ക് ഖബറുണ്ടോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. എന്നാൽ ബർസഖിയായ ജീവിതത്തിൽ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതായ ഒരു ജീവിതമല്ലത്. മറിച്ച് അൻ അബീ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മഹാനായ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, ഇദാ വുദിഅത്തിൽ ജനാസതു ഫഹ്തമലഹ الرجال على അഅനാഖിഹിം. ഒരു ജനാസയെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മയ്യിത്ത് കട്ടിലിൽ അവർ വെക്കുകയും ആളുകൾ അവരുടെ ചുമലിൽ ആ മയ്യിത്തിനെ എടുത്തുയർത്തുകയും ചെയ്താൽ ഫഇൻ കാനത് സാലിഹതൻ ഖാലത്, നല്ല മയ്യിത്താണ് എങ്കിൽ ആ മയ്യിത്ത് ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകുവിൻ എന്ന് ആ മയ്യിത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. മനുഷ്യർക്കത് കേൾക്കാൻ സാധിക്കുകയില്ല. അവരുടെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ ഉള്ളൊരാവശ്യപ്പെടലല്ല അത്. മറിച്ച് ആ മയ്യിത്ത് ആവശ്യപ്പെടുന്നുണ്ട്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, നിങ്ങൾ എന്നെ വേഗത്തിൽ കൊണ്ടുപോകണം. വഇൻ കാനത് ഗൈറ ദാലിക ഖാലത് യാ വൈലഹാ ഐന യദ്ഹബൂന ബിഹാ. ഇനി മോശമായ ഒരു മയ്യിത്താണെങ്കിൽ ആ മയ്യിത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് നാശം, യാ വൈലഹാ ഐന യദ്ഹബൂന ബിഹാ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്നത് പറഞ്ഞുകൊണ്ടിരിക്കും. തീർന്നില്ല, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്മഉ സൗതഹാ കുല്ല ഷൈഇൻ ഇല്ലൽ ഇൻസാൻ. എല്ലാവർക്കും ആ ശബ്ദം കേൾക്കാൻ സാധിക്കും, പക്ഷേ മനുഷ്യർക്കൊഴികെ അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. വലൗ സമിഅഹൽ ഇൻസാനു ലസഇഖ്. മനുഷ്യരെങ്ങാനും ആ ശബ്ദം കേട്ടിരുന്നുവെങ്കിൽ ആ സമയം അവന് ബുദ്ധിഭ്രമം സംഭവിച്ച് അവിടെ അവൻ ബോധം കെട്ട് വീഴുമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ഖബറിൽ വെച്ച് സത്യനിഷേധികൾക്ക് അവരുടെ നരകത്തിലെ ഇരിപ്പിടം കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും. യഖൂലുല്ലാഹു അസ്സ വജൽ അൻ ആലി ഫിർഔൻ അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ വയൗമ തഖൂമു അസ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. അവർക്ക് ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ ഖബറിടങ്ങളിൽ എവിടെയാണോ അവർ മരിച്ചു കിടക്കുന്നത് അവിടെ അവർക്ക് അവരുടെ നരകത്തിലെ ഇരിപ്പിടങ്ങൾ കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുതന്നെ ഒരു ശിക്ഷയാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവരുടെ നരകത്തിലെ വാസസ്ഥലം അവർ കണ്ടുകൊണ്ടിരിക്കും. മാത്രമല്ല, ആ അന്ത്യദിനം സംഭവിച്ചാൽ അള്ളാഹു പറയുകയും ചെയ്യും, ഫിറഔനിനെയും ആ ഫിറഔനിൻ്റെ ആളുകളെയും കഠിനമായ ശിക്ഷയിൽ നിങ്ങൾ പ്രവേശിപ്പിച്ചു കൊള്ളുക.
عن أم المؤمنين عائشة رضي الله عنها أنها سألت رسول الله صلى الله عليه وسلم عن عذاب القبر. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖബർ ശിക്ഷയെക്കുറിച്ച് ഞാൻ ചോദിച്ചു. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം അദാബുൽ ഖബ്രി ഹഖ്ഖുൻ, അതേ ഖബർ ശിക്ഷ അത് യാഥാർത്ഥ്യമാണ്. قالت فما رأيت رسول الله صلى الله عليه وسلم بعد ذلك صلى صلاة إلا تعوذ بالله من عذاب القبر. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിസ്കാരം നമസ്കരിച്ചാലും ആ നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ ഖബർ ശിക്ഷയിൽ നിന്ന് ശരണം തേടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ഖാല ഇന്ന ലിൽ ഖബ്രി ദഗ്ത, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ലിൽ ഖബ്രി ദഗ്ത, ഖബറിന് ഒരു ദമ്മത്തുണ്ട്, ഒരു ദഗ്തത്തുണ്ട്, അതൊന്ന് ഇടുങ്ങുന്നതാണ് അതിലേക്ക് ഏതൊരു മയ്യത്തിനെ വെച്ചാലും. വലൗ കാന അഹദുൻ നാജിയൻ മിൻഹാ ലനജാ മിൻഹാ സഅദ് ഇബ്നു മുആദ്, ആർക്കെങ്കിലും ആ ഖബറിൻ്റെ ഇടുക്കമൊന്ന്, ആ ഇടുക്കത്തിൽ നിന്ന് പിന്നീട് സത്യവിശ്വാസികളാണെങ്കിൽ ഖബർ അവർക്ക് അത്യധികം വിശാലമായിരിക്കും. എന്നാൽ ആർക്കെങ്കിലും ആദ്യമുണ്ടാകുന്ന ആ ഇടുക്കത്തിൽ നിന്ന് രക്ഷ ലഭിക്കുമായിരുന്നുവെങ്കിൽ അത് ആർക്ക് ലഭിക്കുമായിരുന്നു എന്നറിയുമോ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് ലഭിക്കുമായിരുന്നു. കാരണം അള്ളാഹുവിൻ്റെ പക്കൽ അത്രമാത്രം സ്ഥാനമുള്ള ഇഹ്തസ്സ ലഹു അർശുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ അർശ് പോലും അദ്ദേഹത്തിൻ്റെ വഫാത്തിൽ കിടിലം കൊണ്ടുവന്ന് ഹദീസുകളിൽ പറയപ്പെട്ടിട്ടുള്ള സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് പോലും ആ വമ്മത്തുണ്ടായിട്ടുണ്ട്. രണ്ട് ഖബറുകൾക്കരികിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ അമ്മാ അഹദുഹുമാ ഫകാന യംശി ബിന്നമീമ വഅമ്മാ അൽആഖറു ഫകാന ലാ യതനസ്സഹു മിനൽ ബൗൽ. ഈ രണ്ട് ഖബറുകൾ, ആ ഖബറുകൾക്കിപ്പോൾ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങൾ കരുതുന്നത് പോലെ വൻ പാപങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്നവരല്ല. ഒരാൾ നമീമത്തുമായി നടന്നിരുന്ന ആളാണ്. മറ്റുള്ളവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സംസാരങ്ങളായിരുന്നു അയാൾ സംസാരിച്ചിരുന്നത്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് അയാൾ മൂത്രമൊഴിച്ചാൽ ശരിയായ വിധം വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുക. ഈ ഒരു ജീവിതം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് മരണത്തോടുകൂടി മനുഷ്യൻ്റെ ശാശ്വതമായ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. നമ്മളുടെ ഹൃദയത്തിൽ, നമ്മളുടെ ചിന്തയിൽ എപ്പോഴും നമ്മൾ കോറിയിടേണ്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളാണ്. നിങ്ങളുടെ ഖബറിടം അത് നിങ്ങളുടെ ശാശ്വതമായ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഭവനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ഖബറിടങ്ങൾ ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. الله സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണം എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിടത്തിലെ ശിക്ഷകളെ ബഹായിമുകൾ, കന്നുകാലികൾ കേൾക്കും. മാത്രമല്ല, ഇന്ന ഹാദിഹിൽ ഉമ്മതു തുബ്തലാ ഫീ ഖുബൂരിഹാ, ഈ ഉമ്മത്തിൽ അവർക്ക് ഖബറിടത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടവരാണ് ഈ ഉമ്മത്തിലെ അന്ത്യപ്രവാചകൻ നിയോഗിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരും. فلولا ألا تدافنوا لدعوت الله أن يسمعكم من عذاب القبر الذي أسمع منه. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലെ ശിക്ഷകളെ കേൾപ്പിച്ചു തന്നതുപോലെ നിങ്ങൾക്കതൊരു
പ്രയാസം അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കതൊരു അപകടം ഉണ്ടാക്കുമായിരുന്നില്ലെങ്കിൽ നിങ്ങളെയും കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. സുമ്മ അഖ്ബല അലൈനാ ബിവജ്ഹിഹി, എന്നിട്ട് ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, തഅവ്വദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, എപ്പോഴും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണേ എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം കേട്ടോ. മാത്രമല്ല നമസ്കാരത്തിൽ ഇദാ തശഹദ അഹദുക്കും ഫലിയസ്തഇദ് ബില്ലാഹി മിൻ അർബ, തൻ്റെ തശഹുദിൽ 4 കാര്യങ്ങളിൽ നിന്നൊരാൾ ശരണം ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, നരകാഗ്നിയിൽ നിന്ന് രക്ഷ ചോദിക്കണം. വമിൻ അദാബിൽ ഖബർ, അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നും. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലെയും മരണാനന്തരവുമുള്ള എല്ലാ അർത്ഥത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കണം. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും നിങ്ങൾ രക്ഷ ചോദിക്കണം എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഈ ദുആഇനെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅല്ലിമുഹും ഹാദാ ദുആ കമാ യുഅല്ലിമുഹുമുസ് സൂറത മിനൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഈ പറഞ്ഞ ദുആ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് അത് പഠിക്കുകയും നമ്മളെപ്പോഴും അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ആ ദുആ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.